US 1700 പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനാണ് നിർദ്ദേശം. ഇസ്രായേൽ നിർദ്ദേശം അംഗീകരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇരുപക്ഷവും അംഗീകരിച്ചാൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടായേക്കും. 20-ദിന പദ്ധതിയിൽ ഹമാസിന്റെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് ലോകം. വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് 4 ദിവസം വരെ അനുവദിച്ചതായി ട്രംപ് പറഞ്ഞു. അംഗീകരിച്ചില്ലെങ്കിൽ ആവശ്യമായത് ഇസ്രായേൽ ചെയ്യുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി MC നാസർ ചേരുന്നുണ്ട്. നാസർ, വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിൽ ഹമാസിന്റെ എന്താണ് തീരുമാനം എന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില മുന്നറിയിപ്പുകൾ 3-4 ദിവസം മാത്രമാണ് ഹമാസിന് ഇതിൽ നൽകിയിരിക്കുന്നത്. ആ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? അതില്ലെങ്കിൽ ഇസ്രായേൽ നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരു ഭീഷണി കൂടിയുണ്ട്. എന്തൊക്കെ ചർച്ചകളാണ്, എന്തൊക്കെ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട്? തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത എന്നത് ഒരു നിർദ്ദേശം എന്നതിലപ്പുറം ഒരു ഭീഷണി തന്നെയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഇത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുക, അതല്ല എങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിന് തയ്യാറാവുക. ഈ 2 ഓപ്ഷൻ മാത്രമായി ഹമാസിന് നൽകുന്നതാണ് ഈ ഒരു തിട്ടൂരത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകം. ഇന്നലെ വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ 20-ദിന പദ്ധതി ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ ഇസ്രായേൽ നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പോലും പല അവ്യക്തതകളും നിലനിൽക്കുകയാണ്. പ്രത്യക്ഷത്തിൽ പലസ്തീനികൾക്ക് ഗുണകരമാവുന്ന വളരെ ചുരുങ്ങിയ ഘടകങ്ങൾ മാത്രമാണ് ഈ 20-ദിന പദ്ധതിയിലുള്ളത്. അധികവും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ, അമേരിക്കയുടേതായിട്ടുള്ള അജണ്ടകൾ, ഇതിനെ പ്രയോഗവൽക്കരിക്കുന്ന നിർദ്ദേശങ്ങളാണ് 20-ദിന പദ്ധതികളിലുള്ളത്. യുദ്ധം അവസാനിക്കും, ഗസയിൽ തന്നെ പലസ്തീനികൾക്ക് തുടരാൻ സാധിക്കും, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം UN ഏജൻസികൾ മുഖേന കൈമാറും, പുനർനിർമ്മാണം നടക്കും. ഇത് മാത്രമാണ് പ്രത്യക്ഷത്തിൽ ഒരു പലസ്തീനികൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഗുണകരമാകുമെന്ന് പറയാവുന്ന ഘടകം. മറ്റെല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു ഇടക്കാല ഭരണ സംവിധാനം വരുമെന്ന് പറയുന്നു. അതിനെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള ടെക്നോക്രാറ്റുകളായിരിക്കും ആ ഭരണകൂടത്തെ നയിക്കുന്നത്. ഇസ്രായേൽ സൈന്യം എത്ര സമയമെടുത്തുകൊണ്ട് ഗസയിൽ നിന്ന് പുറത്തു പോകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഈ കരാറിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി 140-ലധികം രാജ്യങ്ങൾ രംഗത്ത് വന്ന ഈ സാഹചര്യത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തികഞ്ഞ അവ്യക്തത മാത്രമാണ് ഈ ഒരു പദ്ധതി ബാക്കി നിർത്തുന്നത്. കാരണം ഇത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം, കാരണം ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുകയും ഹമാസിനെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഹമാസിന്റെ നേതാക്കൾക്കും മറ്റും മടങ്ങിപ്പോകാനുള്ള സുരക്ഷിത പാത ഒരുക്കും എന്നതുൾപ്പെടെ ചെറുത്തുനിൽപ്പിനെയും പ്രതിരോധത്തെയും പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന, പലസ്തീൻ ജനതയുടെ സ്വയം അവകാശത്തെ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യുന്ന ഒരു 20-ദിന പദ്ധതിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ക്യാമ്പ് ഡേവിഡ്, ഓസ്ലോ ഉൾപ്പെടെയുള്ള കരാറുകളിലൂടെ ഇസ്രായേലും അമേരിക്കയും എന്ത് ലക്ഷ്യം വെച്ചുവോ പലസ്തീൻ ജനതയുടെ നൈതികമായിട്ടുള്ള അതിന്റെ എല്ലാ ഘടകങ്ങളെയും ചോർത്തിക്കളയുന്ന ആ കരാറുകളുടെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് മാത്രമേ 20-ദിന പദ്ധതിയെ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ 2 കൊല്ലമായി തുടരുന്ന യുദ്ധം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണം എന്ന ഒരു വികാരം നിലനിൽക്കുന്നത് കൊണ്ട് അറബ് മുസ്ലിം അതിലേക്ക് ഹമാസ് എങ്ങനെ, അതായത് ഇതിന്റെ ഒരു വിജയം, ഈ 20-ദിന പദ്ധതിയുടെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹമാസ് അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമാകൂ. നേരത്തെയും ട്രംപ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഹമാസ് അതിൽ അംഗീകരിച്ചിരുന്നില്ല, ഹമാസ് അതിൽ നിന്ന് വിട്ടുനിന്നു അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഇതിന്റെ വിജയത്തിലേക്ക് എത്തുക പൂർണ്ണമായിട്ട് ഹമാസ് ഇത് അംഗീകരിക്കുന്നതിലാണ്. അതിൽ എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് തരത്തിലായിരിക്കും ഹമാസ്, മറ്റു രാജ്യങ്ങളെല്ലാം ഇത് അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഏത് തരത്തിലുള്ള, അതായത് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കത്തെ അംഗീകരിച്ചുകൊണ്ട് പല രാജ്യങ്ങളും രംഗത്ത് വരുന്നു. ആ സാഹചര്യത്തിൽ ഹമാസ് ഇതിൽ അനുകൂല നിലപാടല്ല എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ്? ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അതിൽ ആവശ്യമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത ബാക്കി നിർത്തുകയും ചെയ്യുക എന്നതാണ് ഏതൊരു ചർച്ചയുടെയും പ്രധാന ഘടകമായിട്ട് മാറേണ്ടത്. പക്ഷേ ഈ ഘട്ടത്തിൽ 20-ദിന പദ്ധതി മുന്നോട്ട് വെക്കുന്നു, ആ പദ്ധതികൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊള്ളണമെന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം, ഇതിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെട്ടിത്തിരുത്തലോ മാറ്റമോ വരികയാണെങ്കിൽ അത് ആ പദ്ധതിയെ പൂർണ്ണമായിട്ട് നിരാകരിച്ചതിന് തുല്യമായി കണക്കാക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ നൽകുന്നു. അതിനെ ട്രംപ് ഭരണകൂടവും ശരി
ശരിവെക്കുകയാണ്. അതിന്റെ അർത്ഥം തികച്ചും ഏകപക്ഷീയമായിട്ട് അമേരിക്ക തങ്ങളുടെ ഒരു കോളനിയാക്കി ഗസയെ മാറ്റാൻ പോകുന്നതിന്റെ ഒരു നീക്കം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സുരക്ഷാ ഭീഷണിയും ഇല്ലാത്ത സ്വസ്ഥമായിട്ടുള്ള ഒരു ഗസ പ്രദേശം മാത്രം, അവിടെ വെസ്റ്റ് ബാങ്ക് പോലും വരുന്നില്ല. അതായത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം കിഴക്കൻ ജെറൂസലേം കേന്ദ്രമായിട്ട് രൂപവൽക്കരിക്കണമെന്ന നേരത്തെയുള്ള ലോകത്തിന്റെ ആവശ്യം, അതിനെപ്പോലും പൂർണ്ണമായിട്ട് കുഴിച്ചു മൂടുന്ന ഒരു 20 നിർദ്ദേശമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീക്കം അല്ലെങ്കിൽ അവരുടെ തീരുമാനം എന്നത് ഏറെ നിർണായകമായിരിക്കും. അതിനാണ് ഇപ്പോൾ 3 മുതൽ 4 ദിവസം വരെ അവകാശം ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ തീർച്ചയായിട്ടും ഈ കരാർ അംഗീകരിച്ചു കൊള്ളണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതിന് ഹമാസ് തയ്യാറാകുന്നില്ല എങ്കിൽ ബാക്കി കാര്യങ്ങൾ, അതായത് ഗസയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ നോക്കിക്കൊള്ളും എന്ന് പറയുമ്പോൾ വളരെ വളരെ കടുത്ത മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പലസ്തീൻ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും ഹനിക്കുന്ന ഒരു സമീപനം, ആ കൊളോണിയൽ താല്പര്യങ്ങൾ തന്നെയാണ് ഈ ട്രംപിന്റെ പ്രതികരണത്തിലും വ്യക്തമാവുന്നത്. പക്ഷേ മാത്രവുമല്ല, ബന്ദികളുടെ കാര്യത്തിൽ എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉള്ള തീരുമാനങ്ങൾ, അത് നടപ്പിലാകാനുള്ള സാധ്യത, അതെല്ലാം കൂടി പരിശോധിക്കേണ്ടതുമല്ലേ? തന്നെ തീർച്ചയായിട്ടും 20 പദ്ധതിയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ 3 ദിവസത്തിനുള്ളിൽ, അതായത് ഈ കരാർ ഇപ്പോൾ ഇസ്രായേൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത 3 ദിവസം, ഇന്ന് ഉൾപ്പെടെയുള്ള 3 ദിവസം, അതിനുള്ളിൽ ഹമാസ് കൂടി ഈ കരാർ അംഗീകരിച്ചു കൊള്ളണം. അങ്ങനെ വരികയാണെങ്കിൽ വളരെ പൊടുന്നനെ തന്നെ ആദ്യ ദിവസം തന്നെ ജീവനോടെയുള്ള 20 ബന്ദികളെയും അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളും, അത് 28ഓളം പേര് വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതും ഉടൻ തന്നെ കൈമാറണം. ഇതിന് ആനുപാതികമായിട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്ന 250 പലസ്തീനികളെയും 1700 പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും. അങ്ങനെ ഏതാണ്ട് 1950 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഏറ്റവും പരിഹാസ്യമായ ഒരു സംഭവം, ഇന്നും ഏതാണ്ട് 200ഓളം പേരെ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ നിന്ന് മാത്രം സൈന്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഈ കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അതിലേക്ക് എണ്ണം തികയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പോലും ഈ കൂട്ട അറസ്റ്റ് നടപടികൾ നടക്കുന്നത്. നേരത്തെ ഹമാസും ഇസ്രായേലും തമ്മിൽ രൂപപ്പെടുത്തിയ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ച ആ പലസ്തീൻ തടവുകാരെയും നിരവധി തടവുകാരെയും ഇന്ന് പിടികൂടിയതിൽ ഉൾപ്പെടുമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഏകപക്ഷീയവും പരിഹാസ്യവുമായിട്ടുള്ള ഒരു 20 പദ്ധതിയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടവും ഇസ്രായേലും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം യുദ്ധം ഏതു വിധത്തിലും തീരണം എന്നൊരാഗ്രഹമുള്ളത് കൊണ്ട് ലോകത്തെ മിക്ക രാജ്യങ്ങളും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം എന്ന നിലക്ക് ട്രംപിന്റെ ഈ ഒരു പദ്ധതിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഖത്തർ വളരെ വ്യക്തമായി തന്നെ ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം, സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാകുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ, ഇതൊക്കെയും കരാറിന്റെ ഭാഗമായിട്ട് വരണമെന്ന ഒരു പ്രതികരണം ഖത്തർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഹമാസ് ഒരു തീരുമാനം കൈക്കൊള്ളുക എന്നത് അത്ര എളുപ്പമാവുകയില്ല. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ഹമാസ് ഒരു തീരുമാനം കൈക്കൊണ്ട് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഖത്തറിനെയും ഈജിപ്തിനെയും തുർക്കിയെയും അറിയിക്കുമെന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന വിവരങ്ങൾ. ശരി, MCA ശ്രീ താജ് ആലുവ കൂടി, വിദേശകാര്യ വിദഗ്ധൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ താജ് ആലുവയുടെ ഗസയിൽ സമാധാനമാകാം, ഹമാസ് അത് നിരസിച്ചാൽ പണി ഞങ്ങൾ തീർക്കും എന്നുള്ള ഇസ്രായേലിന്റെ ഭീഷണി, ആ ഭീഷണി തന്നെയാണ് ഇപ്പോഴും മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യം കടക്കുന്നു. ഈ പദ്ധതി അത് ഏതു തരത്തിലായിരിക്കും ഹമാസ് അതിൽ തീരുമാനമെടുക്കുക എന്നതൊന്ന്. ഇനി അനുകൂല തീരുമാനത്തിലേക്ക് ഹമാസ് കടക്കുകയാണെങ്കിൽ തന്നെ അത് ഏത് രീതിയിലായിരിക്കും നടപ്പാക്കുക? ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്നത്, ഈ കഴിഞ്ഞ 2 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ക്രൂരത തന്നെയായിരിക്കില്ലേ ഇനിയും തുടരുക? തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതുവരെ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് ഒരു വെടിനിർത്തൽ ചർച്ച. ആ വെടിനിർത്തൽ ചർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരു കൂട്ടരും അവരുടേതായ ഭാഗം, അവരുടെ പ്രപ്പോസലുകൾ, അവരുടെ നിർദ്ദേശങ്ങൾ അത് വെക്കുകയും അതിൽ അഭിപ്രായം ഐക്യമുള്ളത് അംഗീകരിക്കുകയും അഭിപ്രായ ഭിന്നതയുള്ളത് ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു പരമ്പരയാണ് ഇതുവരെ നടന്നിരുന്നത്. പക്ഷെ ഇപ്പോ പെട്ടെന്ന് ട്രംപ് നെതന്യാഹുവിനെ വിളിച്ചു വരുത്തുന്നു.
ഇത് ഈ ഒരു അൾട്ടിമാറ്റം, ഒരു അന്ത്യശാസനം ഹമാസിന് നൽകുന്നു. അവർ രണ്ടുപേരും കൂടി ചേർന്ന് പുറത്തിറക്കിയ ഒരു പദ്ധതി, 21 ഇന പദ്ധതിയാണ് ഇപ്പോ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഹമാസ് അംഗീകരിച്ചോ ഇല്ലേ എന്നിട്ട് അതിൽ തന്നെ പറയുന്നു ഈ സംഗതി ഹമാസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് നടപ്പാക്കുമെന്ന് പറയുന്നു. അപ്പൊ ഇതിനെ ഒരു വെടിനിർത്തൽ കരാറെന്നോ ഒരു സന്ധി എന്നോ ഒന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഇതൊരു അധിനിവേശത്തിന്റെ ഒരു തുടർച്ച മാത്രമാണ്. അതായത് ഇപ്പൊ നോക്കൂ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പരിപൂർണമായി ഹമാസിനെയും സായുധ പ്രതിരോധത്തെ മുഴുവൻ ഒഴിവാക്കും എന്ന് മാത്രമല്ല ഡീറാഡിക്കലൈസേഷൻ നടത്തും എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിനുള്ള അവകാശം. അതാണ് അതിന്റെ മറ്റൊരു മലയാളം. അവർ പറയുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് ഹമാസിനെയും ഫലസ്തീനികളെയും മോചിപ്പിക്കുക എന്നാണെങ്കിൽ അതിന്റെ ശരിക്കുള്ള മലയാളം എന്താന്ന് വെച്ചാൽ പ്രതിരോധ പ്രവർത്തനം, അധിനിവേശത്തെ പ്രതിരോധിക്കാൻ ഇനി മുതൽ ഫലസ്തീനികൾക്ക് അവകാശം ഉണ്ടാവില്ല. മറിച്ച് ട്രംപ് നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതി ഗസയെ ഭരിക്കും. അതിന് ടോണി ബ്ലെയറിന്റെ അംഗീകാരം, അതായത് ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിലായിരിക്കും അത് ഭരിക്കുക. ടോണി ബ്ലെയർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിലുള്ളൊരു ആശ്ചര്യം, അതായത് എങ്ങനെയാണ് ഇത് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്? ട്രംപ് ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു, അത് ഹമാസിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു, സമാധാനം പുലരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെങ്ങനെയാണ് മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്? ഇപ്പൊ ഖത്തർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാകണം ഈ പദ്ധതിയെ കുറിച്ച് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അറബ് രാജ്യങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡുണ്ട്, മറ്റു രാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്ന രീതികളുണ്ട്. അപ്പം ഇവർക്ക് ഇത് ഏകപക്ഷീയമാണ്, ഇല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇവരിതിപ്പോ ഹമാസ് സംഭവിച്ചാലും ഇല്ലെങ്കിലും നടപ്പാക്കും എന്ന് പറയുന്നതിൽ തന്നെ കാര്യമുണ്ട്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ട്രംപിന്റെ ബലത്തിൽ ഇത്തരം നീക്കം നടത്തുന്നത് അതെന്തുകൊണ്ടാണ്? ലോകരാജ്യങ്ങളിൽ, അതായത് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം ആ രീതിയിൽ തന്നെ പറയാവുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ലക്ഷ്യം എന്താണ് കാണാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഈ വരുന്ന പ്രതികരണങ്ങൾ. അതായത് ഇപ്പോ നമുക്കറിയാം ലോകക്രമം, ലോകത്തൊരു US ഹെജിമണി, USഉം ഇപ്പോ ട്രംപിനേക്കാളും മേലെയാണ് ഇപ്പൊ നെതന്യാഹു എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിലാണ് ലോകത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോ അത് വളരെ വ്യക്തമാണ്. നെതന്യാഹു ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മധ്യസ്ഥ രാജ്യമായ ഖത്തറിനെ പോലും ആക്രമിച്ചുകൊണ്ട് അതാണ് നെതന്യാഹു തെളിയിച്ചത്. ഒറ്റ ദിവസം 7 രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം അതാണ് തെളിയിച്ചത്. അപ്പൊ ഇപ്പൊ ലോകരാജ്യങ്ങൾ ഇപ്പൊ അവർ ആഗ്രഹിക്കുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തൽ വേണം, വംശഹത്യക്ക് ഒരു ചെറിയ ബ്രേക്ക് വേണം, അതുപോലെ തന്നെ ഭക്ഷ്യ വസ്തുക്കളും മെഡിക്കലും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, വെള്ളം, ഇതൊക്കെ ഗസയിൽ എത്തണം. ഈ ഒരു മാനുഷിക പരിഗണനയാണ് മിക്ക രാജ്യങ്ങളും ഇപ്പോ ഈ ഒരു പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതിന്റെ കാരണം. പക്ഷേ എല്ലാവർക്കും അറിയാം ഇത് അടിസ്ഥാനപരമായ പ്രശ്ന പരിഹാരമല്ല. കാരണം ഫ്രീ ഫലസ്തീൻ, അതിനു വേണ്ടിയിട്ടാണ് 140 രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് നെതന്യാഹുവിന്റെ പ്രസംഗം നടക്കുമ്പോൾ ഇറങ്ങിപ്പോയത്. വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസിഡന്റിനെ ഒരു പ്രധാനമന്ത്രിയെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇറങ്ങിപ്പോയത് അതിനാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു വെടിനിർത്തൽ പദ്ധതിയെ ട്രംപ് മുന്നോട്ട് വെച്ചത് അതിന്റെ എല്ലാ ന്യായാന്യായതകളും ചർച്ച ചെയ്തതിന് പകരം ഇപ്പൊ വേണ്ടത് ഒരു വെടിനിർത്തലാണ്, ബന്ദികളെ വിട്ടയക്കലാണ്. ഈ 2 സംഗതികൾ അച്ചീവ് ചെയ്താൽ താൽക്കാലികമായി മറ്റ് പ്രശ്നങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളെ പിന്നീട് ചർച്ചയ്ക്കെടുക്കാം എന്ന ഒരു അജണ്ടയായിരിക്കണം മറ്റു രാജ്യങ്ങൾക്കുള്ളത്. പക്ഷേ ഇസ്രായേലിന്റെ അമേരിക്കയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അത് സാധ്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. 1993 ഓസ്ലോ കരാർ നോക്കൂ. എല്ലാ അർത്ഥത്തിലും നിരായുധീകരിക്കപ്പെട്ട PLO ആ കരാർ ഒപ്പുവെച്ചിട്ട് 5 വർഷം കൊണ്ട് അവർക്കൊരു രാജ്യം, ഒരു സ്വതന്ത്ര രാജ്യം, അതൊരു നഗരസഭ പോലുള്ള ഒരു ഭരണാധികാരമാണെങ്കിൽ കൂടി അത്രയും തങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കൊടുത്തില്ല. വെസ്റ്റ് ബാങ്ക്, ഗസ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അവർക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, പതുക്കെ അവിടെ ഏറ്റവും വിശാലമായ അർത്ഥത്തിലുള്ള കുടിയേറ്റങ്ങൾ, അന്യായമായ കുടിയേറ്റങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അതിന് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇസാഖ് റബിൻ മുതൽ ഷിമോൺ പെരസ്, ഏരിയൽ ഷാരോൺ തുടങ്ങിയ എല്ലാവരും ഉത്തരവാദികളാണ്. പിന്നീട് വന്ന നെതന്യാഹു തന്നെ 99, അതിനുശേഷം യഹൂദ് ബാരക് ഒക്കെ. അപ്പോ ഇതെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഈ കരാർ തന്നെ നോക്കൂ. ഇതിപ്പോ ഹമാസ് അംഗീകരിച്ചു എന്ന് വെക്കുക. നാളെ ഹമാസ് പുറപ്പെടുവിക്കുന്ന ഒരു പ്രസ്താവന, ഞങ്ങൾ ഈ കരാർ അംഗീകരിച്ചു. പക്ഷേ ഈ കരാർ അംഗീകരിച്ചാൽ പോലും ഇതിന്റെ അകത്ത് മറ്റൊരുപാട് ലൂപ്പ് ഹോൾ ഉണ്ട്.
ഉദാഹരണത്തിന് ആദ്യത്തെ ഐറ്റം എന്താണ്? ഈ ബന്ദികളെ വിട്ടയക്കണമെന്നാണ്. ബന്ദികളെ വിട്ടുകിട്ടിയാൽ നെതന്യാഹു ഈ യുദ്ധം പുനരാരംഭിക്കില്ല എന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ഒന്നുമില്ല. അത് താങ്കൾ ട്രംപിന്റെ വാക്ക് ശ്രദ്ധിച്ചോ? സമാധാന കരാർ അംഗീകരിച്ചില്ല ഹമാസെങ്കിൽ ദുഃഖകരമായ അന്ത്യമെന്ന് ആരോടാണ് പറയുന്നത്? 65,000 മനുഷ്യരെയാണ് 2 വർഷം കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊന്നുകളഞ്ഞത്. അവരോടാണ് വീണ്ടും പറയുന്നത് ദുഃഖകരമായ അന്ത്യമെന്ന്. അതായത് ഇപ്പോഴത്തെ ഈ സംഗതി ഇപ്പോ ഗസ തീർക്കും എന്ന് പറയുമ്പോൾ ഇതുവരെ ഗസ തീർത്തിട്ടില്ലേ എന്ന ചോദ്യമുണ്ട്. ഗസയ്ക്ക് വളരെ ദുഃഖകരമായ പര്യവസാനമാണ് കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതുവരെ വളരെ സന്തോഷകരമായ അവസ്ഥ അവർക്ക് ഉണ്ടായതുപോലെയാണ് പറയുന്നത് കേട്ടാ തോന്നുന്നത്. അപ്പോ ഇതിന്റെ അർത്ഥം വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന മൂല കാരണങ്ങളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഫലസ്തീനികൾക്കൊരു നീതി, അവരുടെ ഒരു ബേസിക് അവകാശങ്ങളെ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ നോക്കൂ, ഇപ്പൊ ഹമാസിന് അന്ത്യശാസനം കൊടുക്കുന്നു, പക്ഷെ മറ്റു ഫലസ്തീനികളോ ഹമാസിനെ നമുക്ക് വിടാം. ഹമാസ് ഇവര് പറയുന്നത് പോലെ ഒരു അരികുവൽക്കരിക്കപ്പെട്ട ഒരു സംഘമാണ് ജനതയെ പോലും പരിഗണിക്കാതെ ഈ 140 രാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു സൂചനയില്ലാതെ നോക്കൂ, 21ാമത്തെ ഇനമായിട്ട് പറയുന്നത് എന്താ? ഈ ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ഒരു സൂചനയും പറയാതെ പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആശയവിനിമയം നടത്തും. ഇസ്രായേലും പലസ്തീനികളുമായിട്ട് ആശയവിനിമയം നടത്തും. എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത്? പലസ്തീനികളുടെ സ്വയം നിർണയാവകാശത്തിലേക്ക് എത്തുന്നതിനുള്ള ചർച്ചകൾക്ക് ആശയവിനിമയം നടത്തും. എന്ന് പറഞ്ഞാൽ അത് പറയാതെ പറയുന്നത് നിങ്ങൾക്കൊരു രാഷ്ട്രം തരില്ല എന്ന നെതന്യാഹുവിന്റെ ആ വാദത്തെ ട്രംപ് ഏറ്റുപിടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ് അവരുടെ ലക്ഷ്യം. അധിനിവേശത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അധിനിവേശത്തിന് നെതന്യാഹുവിനോടൊപ്പം ട്രംപും കൂടി ഉൾപ്പെടുന്ന ഒരു ഭരണസമിതി ഗസയെ ഭരിക്കുക. നേരത്തെ പറഞ്ഞ ഗസയെ ഒരു റിവിയറ ആക്കിയിട്ടില്ലെങ്കിലും അവിടുത്തെ ഒരു ഇക്കോണമിക് സോണും അവിടുത്തെ ഒരു ബാക്കി മറ്റെല്ലാ സർവീസുകളും ഈ പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരിക. ഫലസ്തീനികൾക്ക് വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ നിൽക്കാം. എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നുന്നത് ഈ പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളുടെ ഇതിലുള്ള നിലപാടിനാണ്. അതായത് ഈ പദ്ധതികൾ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കറിയാം എന്താണ് അവസ്ഥ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മാനുഷികമായിട്ടുള്ളതിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് ധാരണയില്ലാത്ത രാജ്യങ്ങളല്ലല്ലോ. അപ്പം ട്രംപ് ഇതിൽ ഇടപെട്ടതുകൊണ്ട് ഇല്ലെങ്കിൽ ട്രംപ് മുന്നിൽ നിന്ന് നയിക്കുന്നത് കൊണ്ട് മാത്രം അത്തരത്തിലൊരു നിലപാട് അറബ് രാജ്യങ്ങൾ എടുക്കാമോ? അത് മാത്രമല്ല, അത്തരത്തിലൊരു നിലപാട് അറബ് രാജ്യങ്ങൾ എടുക്കുമ്പോൾ ഹമാസിന് അത് എത്രത്തോളം പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്? ഇവിടെ നോക്കൂ, നമ്മൾ ഇതിന്റെ അകത്ത് കാണേണ്ട ഒരു വിഷയം, ഈ അറബ് രാജ്യങ്ങളുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതിനിധി ഉൾപ്പെട്ട ഒരു സംഘം നടത്തിയ ചർച്ചയല്ല ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇത് നെതന്യാഹുവും ട്രംപും ചേർന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ ഒരു ചർച്ചയുടെ ഒരു ഫലമായിട്ടാണ് അവർ വന്നിട്ടാണ് പ്രസ് കോൺഫറൻസിൽ ഇത് പ്രഖ്യാപിക്കുന്നത് ഇന്നലെ രാത്രി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറയുന്ന രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളോ അവരുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നിർദ്ദേശങ്ങളോ ഒന്നും ഇത് പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. ഇതങ്ങ് സമർപ്പിച്ചു, എല്ലാവരും ഇത് അംഗീകരിക്കണം. സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങൾ ഇത് അംഗീകരിക്കുന്നതിന്റെ, പ്രത്യേകിച്ച് ഖത്തറൊക്കെ അതിലുള്ള വളരെ ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. കാരണം പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നടപടികൾ വന്നിട്ടില്ലെങ്കിൽ ഇത് ഫെയിലാകുമെന്ന അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ പറയാൻ പോലുള്ള ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപിന്റെ ഒരു തിട്ടൂരമാണ് ഇത് വാസ്തവത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു അന്ത്യശാസനം കൊടുത്തിട്ട് എല്ലാവരെയും അംഗീകരിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ലോകക്രമം ആ ഒരു അമേരിക്കൻ ഹെഗമണിയുടെ പുറത്താണ് ഇപ്പോ നിലനിൽക്കുന്നത്. അതിന്റെ ബലത്തിൽ തങ്ങളെ കൊണ്ട് തങ്ങൾ പറയുന്നത് എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്ന ഒരു മേധാവിത്വ അതീശത്വ മനോഭാവത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് പുറത്തു വിടുന്ന ചില കൽപ്പനകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊക്കെ ഇത് അംഗീകരിച്ചാൽ പോലും അന്തിമമായി ഇത് ഗ്രൗണ്ടിൽ നടപ്പാക്കുമ്പോൾ ഇനി ഞാൻ അതാണ് പറയുന്നത്, എല്ലാ രാജ്യങ്ങളും ഹമാസ് തന്നെയും ഇത് അംഗീകരിച്ചു എന്ന് വെക്കുക, എങ്കിൽ പോലും ഇതിന്റെ പരിപൂർണമായ നടത്തിപ്പിന് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേൽ സമ്പൂർണമായിട്ട് ഗസയിൽ നിന്ന് പിന്മാറും എന്നതിനോ IDFന്റെ പൂർണ്ണമായ പിന്മാറ്റം സാധ്യമാകും എന്നതിനോ അതുപോലെ തന്നെ നെതന്യാഹു വീണ്ടും ഈ യുദ്ധം പുനരാരംഭിക്കില്ല എന്നതിനോ
യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടി ഇല്ല. പലസ്തീനികളുടെ മാത്രമല്ല ഈ അഭിപ്രായത്തിന് പദ്ധതിയിൽ പരിഗണന ഇപ്പം കൊടുത്തു. 20 കാര്യങ്ങളിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ആശങ്കകളും ഒക്കെയുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ പറയുന്ന പലസ്തീന്റെ പല സ്ഥലങ്ങളിലും, അതായത് പ്രദേശങ്ങളിൽ താൽക്കാലികമായിട്ട് ഭരിക്കുന്നതിനൊരു നോൺ പൊളിറ്റിക്കൽ സമിതി, അതായത് നോൺ പൊളിറ്റിക്കൽ ആയിട്ട്, ഇല്ലെങ്കിൽ അവിടെ ആ രീതിയിൽ ഒരു ഭരണത്തിലേക്കോ ഇല്ലെങ്കിൽ ആ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോ ആണോ പലസ്തീൻ എന്നുള്ളത് ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് ഇവർ ഈ പറയുന്നത് പോലെ അവിടെ ചെയ്യാനുള്ള സാധ്യത, അതിലുള്ളൊരു വിശ്വാസം കൂടി കൊടുക്കണമല്ലോ മറ്റ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ. അപ്പം ആ ഭരണം എങ്ങനെയായിരിക്കും എന്നതുകൂടി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അതായത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ. അതായത് പലസ്തീൻ അതോറിറ്റി, ഇസ്രായേൽ തന്നെ PLOയെ നിരായുധീകരിച്ചുകൊണ്ട് പലസ്തീനിന്റെ ഭരണം ഏൽപ്പിക്കാൻ വേണ്ടി അവർക്ക് സമ്പൂർണമായി കീഴടങ്ങിയ ഒരു അതോറിറ്റിയാണ് പലസ്തീൻ അതോറിറ്റി. വെസ്റ്റ് ബാങ്കിൽ ഇത്രയധികം അതിക്രമം ഇസ്രായേൽ കാണിച്ചിട്ടും അതിനെതിരെ കമ എന്ന ഒരക്ഷരം ഉരിയാടാത്ത മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ അതോറിറ്റിയെ നോക്കൂത്തിയാക്കി നിർത്തിക്കൊണ്ട് പുതിയ ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന ഒരു ഭരണസമിതി, അതായത് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭരണം നടത്തുന്നത് പോലുള്ള ഒരു ഭരണസമിതിയെയാണ് ടെക്നോക്രാറ്റുകൾ അടക്കമുള്ള ഒരു ഭരണസമിതിയായിട്ട് പുതുതായിട്ട് ഗസയിൽ വരാൻ പോകുന്നത്. എന്നിട്ട് പറയുന്നത് ഈ പലസ്തീൻ അതോറിറ്റിയെ നവീകരിക്കുമെന്നാണ്. അതെ, നോൺ പൊളിറ്റിക്കൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി ഇവർ ഇസ്രായേലിന് സമ്മതമായിട്ടുള്ള, ഇസ്രായേലിന് പരിപൂർണമായും തൃപ്തിയുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് ഈ ടെക്നോക്രാറ്റുകളെ ഏൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പലസ്തീൻ അതോറിറ്റിയുമായി ബന്ധമില്ലാത്ത, ഹമാസുമായി ബന്ധമില്ലാത്ത, സ്വാഭാവികമായും പലസ്തീൻ ജനതയുടെ യാതൊരു തരത്തിലുള്ള പ്രതിനിധീകരണവും ഒരു പ്രാതിനിധ്യവും ഇല്ലാത്ത ഒരു എവിടെ നിന്നൊക്കെയോ ഇറക്കുമതി ചെയ്യുന്ന ടെക്നോക്രാറ്റുകളുടെ ഒരു ഭരണത്തിനാണ് ഈ ഗസയെ വിട്ടുകൊടുക്കാൻ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യുക സ്വാഭാവികമായിട്ടും നെതന്യാഹുവിനും ട്രംപിനോടും മാത്രമായിരിക്കും. എന്ന് പറഞ്ഞാൽ അധിനിവേശത്തിന്റെ തുടർച്ച പ്രാദേശികമായി, അത് ലോകത്ത് എന്നും നമ്മൾ അധിനിവേശങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുക, അത്തരം ഭരണകൂടങ്ങളുടെ അവരുടെ പാവകളായി നിലകൊള്ളുന്നത്. അപ്പോ അഫ്ഗാനിസ്ഥാനിൽ നജീബുള്ള ഭരണകൂടം സോവിയറ്റ് യൂണിയന്റെ പാവയായിട്ട് നിലകൊണ്ടല്ലോ, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സാമ്രാജ്യത്വ അധിനിവേശങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ നടന്ന ഒരു പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനാണ് ഇപ്പോൾ ട്രംപ് ഈ നിർദ്ദേശം വഴി സാധിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടിംഗ് നേരെ ട്രംപിനായിരിക്കും. ടോണി ബ്ലെയർ ആയാലും മറ്റാരായാലും അത് സ്വാഭാവികമായും അമേരിക്കൻ താല്പര്യങ്ങൾ സമ്പൂർണ്ണമായി. ഇപ്പൊ തന്നെ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഈ വെടിനിർത്തൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന 5 ലക്ഷ്യങ്ങളുണ്ട്. ആ 5 ലക്ഷ്യങ്ങളും ഈ ട്രംപിന്റെ പദ്ധതിയിലുണ്ട്. സ്വാഭാവികമായും പദ്ധതിയുടെ അന്തിമ പരിണതി അതെങ്ങോട്ടാണ് പോകുന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന കൃത്യമായ സൂചനകളാണ്. താങ്ക് യു ഡോക്ടർ താജ് ആലുവ ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. ഗസയിലെ സമാധാന ശ്രമങ്ങളിൽ ഖത്തർ അമീറിനെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപിന്റെ പ്രശംസ. നയതന്ത്ര തലത്തിൽ ഖത്തർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ നിരന്തരം ഇടപെടുന്ന അത്ഭുത വ്യക്തിത്വമാണ് ഖത്തർ അമീർ എന്നായിരുന്നു ട്രംപിന്റെ പ്രശംസ. നയതന്ത്ര മേഖലകളിൽ ഖത്തർ നടത്തുന്ന ശ്രമങ്ങളെയും ട്രംപ് അഭിനന്ദിച്ചു. പശ്ചിമേഷ്യയിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ ഖത്തറിന്റെ പങ്ക് നിർണായകവും തന്ത്രപരവുമാണ്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവസാനത്തിലെത്തിയതായും ട്രംപ് വെളിപ്പെടുത്തി. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് മാപ്പ് ചോദിച്ചിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള ആക്രമണത്തിലും ഖത്തറി പൗരൻ ബദർ അൽ ദോസരി കൊല്ലപ്പെട്ടതിലും ക്ഷമ ചോദിച്ച നെതന്യാഹു ഭാവിയിൽ ആക്രമണം ആവർത്തിക്കില്ലെന്നും ഉറപ്പു നൽകിയിരുന്നു. നെതന്യാഹുവിന്റെ ക്ഷമാപണത്തോട് രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേലുള്ള ഒരു കടന്നുകയറ്റവും അംഗീകരിക്കാനാകില്ലെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി പ്രതികരിച്ചത്. ഇസ്രായേൽ നൽകിയ ഉറപ്പിനെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. പലസ്തീൻ രാഷ്ട്രം കടലാസിൽ മാത്രം ഒതുങ്ങരുതെന്ന് ഖത്തർ. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ട്. ഗസയുടെ പുനർനിർമ്മാണത്തിൽ ഏത് റോളും വഹിക്കാൻ രാജ്യം തയ്യാറാണെന്നും ഖത്തർ അറിയിച്ചു. ജനീവ UN ഓഫീസിൽ നടന്ന മനുഷ്യാവകാശ കൗൺസിൽ സെഷനിൽ സംസാരിക്കവേ കൗൺസിലിലെ ഖത്തറിന്റെ സ്ഥിരം പ്രതിനിധി ഡോക്ടർ ഹിന്ദ് അബ്ദുറഹ്മാൻ അൽ മുഫ്തഹാണ് ഫലസ്തീന്റെ ഭാവിയിൽ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഫലസ്തീൻ അടക്കമുള്ള അറബ് പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ്. ഫലസ്തീൻ എന്നത് കടലാസിൽ മാത്രം ഒതുങ്ങിക്കൂടാ. നിലവിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കണം. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര മാനുഷിക സഹായങ്ങൾ എത്തിക്കുകയും വേണം, അവർ ആവശ്യപ്പെട്ടു. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ലോകരാജ്യങ്ങളുടെ പ്രഖ്യാപനങ്ങളെ ഡോക്ടർ ഹിന്ദ് അൽ മുഫ്ത സ്വാഗതം ചെയ്തു.
ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതേസമയം ഗസയുടെ പുനർനിർമ്മാണത്തിൽ ഏതു പങ്കും വഹിക്കാൻ ഖത്തർ തയ്യാറാണെന്ന് വിദേശകാര്യ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു. ദോഹയിൽ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധം അവസാനിപ്പിക്കാനും ഗസയുടെ പുനർനിർമ്മാണത്തിനും എല്ലാവിധ പിന്തുണയും നൽകും. ഇക്കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉത്തരവാദിത്വത്തോടെ പരിശോധിക്കുമെന്ന് ഹമാസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫലം പ്രവചിക്കാൻ സമയമായിട്ടില്ല. വിഷയത്തിൽ ഖത്തറിന് പ്രതീക്ഷയുണ്ടെന്നും മാജിദ് അൽ അൻസാരി വിശദീകരിച്ചു. മീഡിയ 1 ദോഹ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഗസ വെടിനിർത്തൽ പദ്ധതി നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് ബഹ്റൈൻ. മേഖലയിൽ സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനുള്ള നല്ല സംരംഭമായാണ് ബഹ്റൈൻ പദ്ധതിയെ കാണുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനും ഗസയിലെ ജനങ്ങളുടെ ദുരിതം ലഘൂകരിക്കുന്നതിനും വേണ്ടിയുള്ള സമാധാനപരമായ നീക്കങ്ങളെ പിന്തുണയ്ക്കാൻ അന്താരാഷ്ട്ര സമൂഹം യോജിച്ച ശ്രമങ്ങൾ നടത്തണമെന്നും മന്ത്രാലയം ആഹ്വാനം ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ തടവിലായിരുന്ന US പൗരനെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ മോചിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ അഫ്ഗാനിൽ തടവിൽ കഴിയുന്ന അമീർ അമിരി എന്നയാളെയാണ് മോചിപ്പിച്ചത്. കഴിഞ്ഞ മാർച്ച് മുതലാണ് മോചനത്തിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചത്. ഖത്തറിന്റെ ശ്രമങ്ങൾക്ക് US നന്ദി അറിയിച്ചു.